ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നല്ലൊരു സ്നേഹ നമസ്കാരം. എൻ്റെ പേര് ധന്യ. ഞാൻ എന്താ പറയുക ഒരു പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളിപ്പം ഒരു പുതിയ യൂട്യൂബ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ആദ്യം ശ്രമിക്കുക. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കാമെന്നുള്ള ഇതൊരു കണ്ടൻ്റ് അല്ല. കുറച്ച് ആളുകൾ വല്ലാതെ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്, പുതിയ ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. പറ്റിയാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കത് തെറ്റായി നിങ്ങളുടെ എന്തെങ്കിലും പുതിയ അറിവുകളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. അപ്പോൾ നാളെ നിങ്ങൾക്ക് വളർന്നു വരുന്ന ഓരോ യൂട്യൂബേഴ്സിനും ഏറ്റവും എന്താ പറയുക ഉഷാറാവട്ടെ അല്ലെങ്കിൽ എന്നുള്ള ഒരു ആശയത്തോടു കൂടി ഞാൻ കാര്യങ്ങൾ പറയാം. എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. 2023 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 2 മാസം കൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ലൈവൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് അത് 1K സബ്ബായി. 1K സബ്ബായപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും 1K ആകുമെന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല. കാരണം എൻ്റെ സ്കില്ല് വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ അങ്ങനെ ആകുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഓരോരോ ആളുകളും ഒന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 1K അടിച്ചു. ആ 1K അടിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു എത്ര പേര് സബ് ചെയ്ത് തന്നിട്ടാണ്. പിന്നീടാണ് ആ 1Kക്കൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് ലൈവുകളിൽ പോകാൻ തുടങ്ങിയത്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ നമ്മൾക്ക് തിരിച്ചൊരു ലൈക്ക് കൊടുക്കണം, കുറച്ച് നേരം അവിടെ നിന്ന് അവർക്ക് വ്യൂസ് കൊടുക്കണം, അവർക്ക് കമൻറ്റ് അയച്ച് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, എന്തുകൊണ്ട് പുതിയ ചാനലുകൾക്ക് കുറച്ച് സപ്പോർട്ട് കൊടുത്തുകൂടാ. അങ്ങനെയാണ് നമ്മൾ ഈ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് വളരെ എന്താ പറയുക, ഞാൻ അതിലൊരുപാട് ഹാപ്പിയാണ്. ഞാനതിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു 100 സബ്ബിൽ താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ന് ചാനൽ തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 50 സബ്ബ് ഒപ്പിച്ച് കൊടുത്തിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ ലൈവ് തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്കുണ്ടായ ചെറിയൊരു അനുഭവങ്ങൾ കൂടി ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുമെന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്. ഒരുപാട് ആളുകൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചുള്ള അറിവുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ചാനലുകളുണ്ട് വേറെ. നമ്മളതൊന്നുമല്ല കേട്ടോ, അത് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് എനിക്കുണ്ടായ സന്തോഷവും അനുഭവങ്ങൾ മാത്രമാണ് ഒരു 2-3 എന്താ പറയുക കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്ട് ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ. 2 വീക്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഏകദേശം 500ഓളം സബ്ബ് നമുക്ക് 500 സബ്ബ് ആവാനായി. അപ്പം എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് എത്ര കൃത്രിമം വേണമെങ്കിലും കാണിച്ച് നമുക്ക് സബ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ മറ്റൊരു ചാനൽ പോലും അവിടെ പിൻ ചെയ്യാതെ പുതിയ ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ തരുന്ന ഒരു സപ്പോർട്ടിൻ്റെ സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കരമാണ്. കാരണം അത് പെട്ടെന്ന് പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. ഓരോ കുട്ടികൾ വന്ന് നോക്കുമ്പോൾ ചോദിക്കും, എനിക്ക് 5 കൂട്ട് തരുമോ, 10 കൂട്ട് തരുമോ, അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് തന്നെ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കളി തമാശകളിലൂടെ അവരെ വഴക്ക് പറയാറുണ്ട്. എന്നാലും എനിക്കറിയാം അവരുടെ ഉള്ളെന്താണ്, എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ പുതിയ ചാനൽ ചെയ്യാൻ വരുന്ന ആളുകളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു 3 ഷോർട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ സബ് കൂട്ടാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു 50 അല്ലെങ്കിൽ ഒരു 100 സബ്ബായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നമ്മളെ കണ്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പബ്ലിക്ക് നമ്മളെ കാണുകയാണ്. ആ പബ്ലിക്ക് നമ്മളെ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സബ് കിട്ടും. ആ സബ് പോലെ ഒക്കത്തില്ല ഓരോ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സബ്. കാരണം ആ സബ് ചിലപ്പോൾ നിങ്ങളോട് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന സബ് ഉറപ്പായിട്ട് ഞാൻ അൺസബ് ചെയ്ത് പോകാനും നിങ്ങളെ യൂട്യൂബിൽ ആയിട്ട് കാണാതിരിക്കാനുമുള്ള വഴികളൊക്കെ ഞാൻ നോക്കും. അതിൽ നല്ലത് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ്, നമ്മുടെ ഷോർട്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈവ് അവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുന്ന സബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായ സബ്ബുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നമ്മളൊരു പ്ലാറ്റ്ഫോം, ഒരുപാട് സപ്പോർട്ടേഴ്സ് ചാനൽസ് ഉണ്ട്. അവർ തരുന്ന ആ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിൽ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അടിത്തറ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ചെയ്യുക. ലൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് സബ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വീഡിയോയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ എത്ര കൊടി കെട്ടിയവന്മാർ വന്നോട്ടെ അല്ലെങ്കിൽ നമ്മളെ തിന്നാൻ വരുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ ഫീൽഡാണിത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ അവർക്ക് ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് അവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈവിൽ വന്ന ഒരാൾ പുറത്ത് പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടി തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ അപവാദം പറഞ്ഞുകൊണ്ടോ നമ്മൾ എന്താ ചെയ്യരുത്, കണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിലുള്ള സബുകൾ പിന്നെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയെടുക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളോട് പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് ലൈവ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരുപാട് സംശയങ്ങളാണ്. ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലില്ല നിങ്ങൾ ഈ പരിപാടി അങ്ങോട്ട് നിർത്തിക്കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ജോലി നോക്കുക. അല്ലാതെ ഇതിൻ്റെ പുറകെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ നമ്പർ മിസ്സാകുമെന്ന് വെച്ചോ, സോഷ്യൽ മീഡിയയാണ്, നമ്പർ മിസ്സായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് നമ്മളാണെന്നുള്ള കാര്യം നമ്മൾക്ക് ആദ്യം ഓർമ്മ വേണം. രണ്ടാമത്തെ കാര്യം, ഫേസ് ടു ഫേസ് ലൈവ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം ഉണ്ടാകും? നമ്മുടെ വീട്ടിൽ വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്യാണ്. ആ ലൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഫേസ് ടു ഫേസ് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പല ഗുണങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ബാഡ് കമൻറ്റുകളെ പേടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ബാഡ് കമൻറ്റ് വരുമ്പോൾ ഞാൻ ലൈവ് നിർത്തിപ്പോയി എന്ന് പറയുന്നുണ്ട്. ബാഡ് കമൻറ്റുകൾ പറയുന്നത് അവരുടെ രീതിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫേക്ക് ഐഡികൾ പലത് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയുന്നവർ തന്നെ വന്നിട്ട് പച്ചത്തെറി വിളിക്കുന്നുണ്ടാവും. നമ്മുടെ മക്കളുടെ പ്രായമുള്ളവർ തെറി വിളിക്കുന്നുണ്ടാവും. ഇതൊക്കെ അവരുടെ ക്വാളിറ്റിയാണ്. നമ്മൾ അവരുടെ കൂടെ അങ്ങനെയല്ല, അവർ പഠിച്ച രീതി അതാണ് എന്നുള്ളതൊക്കെ നമ്മൾ സ്വന്തം ലോജിക്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് നമ്മുടെ മനസ്സിനെ മൈൻഡിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു ഫേസ് ടു ഫേസ് ലൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആളാകാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യമുണ്ട്, ഇത് നിങ്ങളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ വൈറലായാലോ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിൽ നിങ്ങൾ ഇറങ്ങണ്ടേ? നിങ്ങളങ്ങ് ഫേമസ് ആകുകയെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ മറന്നിരുന്നിട്ട് ലൈവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്വന്തമായിട്ട് ധൈര്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കാനുള്ള ധൈര്യം അവിടെ കണ്ടെത്തുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്കുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് ബ്ലൂ കൊടുത്താൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഹൈഡ് ചെയ്താൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഒരുപാട് ഇമോജികൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണോ, ഇങ്ങനെയുള്ള കുറേ സബ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണോ, കൂട്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണോ? സത്യം പറയട്ടെ, എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച്. പക്ഷേ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ബാഡ് കമൻറ്റ് വന്നാൽ ഈ ബ്ലൂ ഉള്ള ആളുകൾക്ക് അത് ആദ്യം കാണാൻ പറ്റും. അവരത് റിമൂവ് ചെയ്ത് മാറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതും കൂടി വായിച്ച് അങ്ങോട്ട് പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതെല്ലാം യൂട്യൂബ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസാണ്. അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇതെല്ലാം തെറ്റായ ധാരണകളാണ്. ഏതെങ്കിലും ചാനലിൽ ആരെങ്കിലും ഒരു ന്യൂസിലും അത് പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡാകും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ഇതൊക്കെ ആളുകൾക്ക് സപ്പോർട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഇത് യൂട്യൂബ് നമുക്ക് തന്ന സാധനമാണ്, യൂട്യൂബ് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസാണ്, അത് നമുക്ക് യൂസ് ചെയ്യാനാണെന്ന് മാത്രം ചിന്തിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പുതിയ ചാനലുകൾക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നാളെ അവർ നമ്മുടെ കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ നിൽക്കത്തില്ലയോ എന്നുള്ളതൊന്നുമില്ല. അതൊക്കെ പിന്നീട് ഓരോ വീഡിയോകളിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ആൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റിയാൽ, ഒരു 10 പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. കാരണം അത് എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈവിലൊരു കുട്ടി, ഞാൻ ചോദിച്ചു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ, അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ തുറന്നില്ലേ, നിങ്ങൾക്ക് സ്കൂളിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, ചേച്ചി എൻ്റെ വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് അവർക്കൊരു 50 കൂട്ട് കൊടുക്കാൻ പറ്റിയാൽ ആ ഒരു രീതിയിൽ നമുക്ക് അവർക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി മാത്രം വരുന്ന ചാനലുകളെ മാത്രം നമ്മൾ സപ്പോർട്ടും ചെയ്യത്തുള്ളൂ. അല്ലാതെ ഗുണ്ടായസവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഭീഷണിയൊന്നുമായിട്ട് വരുന്നവരെ നമ്മൾ ഒന്നും ചെയ്യൂല. 1Kക്ക് മുകളിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യില്ല. ചെറിയ ചാനലുകൾക്ക് ഒരു ഉപജീവൻ ഒരു പ്ലാറ്റ്ഫോം മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് നമ്മൾ ധന്യാസ് വ്ലോഗ് 22
പറ്റൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലുകാരെ എല്ലാം നമ്മുടെ ലൈവിൽ വരിക. കിട്ടുന്ന സമയമുണ്ട്, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് 1000 സബ് തന്നേക്കാം, 100 സബ് തന്നേക്കാം എന്നൊന്നും വാക്കൊന്നും അല്ല കേട്ടോ. നിങ്ങളെപ്പോൾ വരുന്നോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പോവുക. അതിനൊരു വേദി, ഒരുപാട് ആളുകളെ പരസ്പരം അറിയാനും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരു പ്രാവശ്യം കൂടി നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.